നല്ല കളേഴ്സിൽ ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. മക്കൾ നിങ്ങൾ നോക്കില്ലേ, ഇപ്പം എന്തിൻ്റെ കേടാണ്, എന്താപ്പോൾ ഇത്രയും വർഷങ്ങളൊക്കെ ഇങ്ങനെ ജീവിച്ചില്ലേ, ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ജീവിച്ചാൽ മറിച്ച് നടക്കാമെന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും നമുക്കിവിടെ എത്താൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി. ഒട്ടാരം പോലെ അങ്ങ് തകർന്നു വീഴും നമ്മളെ ശ്രദ്ധ ഒന്ന് പോയാൽ. അപ്പോൾ അതൊന്ന് താങ്ങി നിർത്താൻ വേറെ ആരും ഇല്ല. വന്നിട്ടത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത്. നല്ല അടിപൊളി പ്രിൻറ്റിലുമാണ് വന്നിട്ടുള്ളത്. ഹലോ ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓഫർ സെയിൽ വീഡിയോ ആണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഈ ഷോപ്പ് ഒന്ന് പരിചയപ്പെടാമേ. അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അടുത്താണ് ഷോപ്പ് വരുന്നത്. ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോ വിത്ത് മീ, നമ്മളെ ചാനൽ നെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോ വിത്ത് മീ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. 20-ാം തീയതി നമ്മളിത് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളുള്ള മോഡൽ നെറ്റുകളും നല്ല അടിപൊളി എംബ്രോയിഡറി നെറ്റുകളും ന്യൂ കളക്ഷൻസ് ആണ് കേട്ടോ. എല്ലാം നമ്മൾ 249 രൂപയായിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ. മാക്സിമം നിങ്ങൾ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഈ ഓഫർ 20-ാം തീയതി മാത്രം. അപ്പോൾ ഇന്നത്തെ ഈ ഓണം ഓഫറിൽ നല്ല അടിപൊളി കളക്ഷൻസ് ആട്ടോ. നല്ല പ്യുവർ കോട്ടൺ ആൻഡ് മെറ്റീരിയൽ വന്നിട്ട് നല്ല അടിപൊളി പ്രിൻറ്റിലാണ്, ന്യൂ കളക്ഷൻസ് ആണ് കേട്ടോ. ആരും മിസ്സാക്കല്ലേ. 54, 56, ഏകദേശം 57 സൈസിൽ നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ്. 3/4 സ്ലീവാണ്, ഫ്രീ സൈസ് ആണ്. 48 ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ള പ്യുവർ കോട്ടൺ ആൻഡ് മെറ്റീരിയൽ വന്നിട്ട് നല്ല കളേഴ്സിൽ ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. കാരണം ഈ ഒരു ഓഫർ നമുക്ക് 20-ാം തീയതി മാത്രമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക, മറ്റുള്ളവരേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിരുന്നു നമ്മൾ ഓണായിട്ട് ഓഫറൊന്നും ഇടുന്നില്ലേ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺ ഓഫറാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മളെ നൈറ്റി വളരെ ഇഷ്ടമാണെന്നറിയാം. ഒരുപാട് ലോങ്ങിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരാറുണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾക്ക് അയക്കാറുണ്ട് കേട്ടോ. നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട്. അപ്പോൾ അവരോടും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഓണത്തിൻ്റെ നമ്മൾ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ, മിസ് ചെയ്യല്ലേ. നല്ല അടിപൊളി മോഡലുകളാണ്, ന്യൂ കളക്ഷൻസാണ് വന്നിട്ടുള്ളത്. ഒന്നും നമ്മൾ എന്താ പറയുക റേറ്റ് കുറഞ്ഞ മെറ്റീരിയൽ വെച്ചോ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ വെച്ചോ ഒന്നും അല്ല കേട്ടോ. നമ്മളെ ഷോപ്പിൽ നമ്മൾ ഇന്നലെ വരെ സെയിൽ ചെയ്ത മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്നും ഈ ഓഫർ റേറ്റിൽ നമ്മൾ ഇറക്കണം കേട്ടോ. കാരണം ഈ ഒരു ഓഫർ നമുക്ക് ഈ ഒരു ഡേറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ന്യൂ കളക്ഷൻസാണ്, ആരും മിസ്സാക്കല്ലേ. ഈ നൈറ്റിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഇതിൻ്റെ ഭംഗി ഒരുപാട് വർണ്ണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല അടിപൊളി കളക്ഷൻസാണ് വന്നിട്ടുള്ളത്, ന്യൂ കളക്ഷൻസാണ്. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട മോഡൽ നിങ്ങൾ സെലക്ട് ചെയ്ത് മാറ്റി വെക്കണോടൊപ്പം തന്നെ എൻ്റെ ക്യാഷ് എവിടെയും ക്ലിയർ ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ മോഡലും 54, 56, ഏകദേശം 57 സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. 3/4 സ്ലീവാണ്, ഫ്രീ സൈസ് ആണ്. 48 ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ള പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത്. നല്ല അടിപൊളി പ്രിൻറ്റിലുമാണ് വന്നിട്ടുള്ളത്. സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ഇറക്കത്തിൻ്റെ സ്ലീവൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഓഫർ സെയിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന നെറ്റുകൾക്കൊന്നും റിട്ടേൺ ഉണ്ടായിരിക്കണം. അതിലപ്പോൾ കളേഴ്സും സൈസും എല്ലാം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ. 2-3 ഡേയ്സ് ആണ് നമ്മൾ പോസ്റ്റ് വഴിയാണ് ഈ ടൈം പറയുന്നത്. TTC വഴിയാണ് പിറ്റേഴ്സ് തന്നെ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ മാറ്റി വയ്ക്കാൻ പറയുമ്പോൾ അതിൻ്റെ ക്യാഷ് ഷൂട്ടിങ് ക്ലിയർ ചെയ്യാൻ മറക്കല്ലേ. കാരണം പാക്കിംഗ് ഒരാളും മെസ്സേജ് ഒരാളും ആയിരിക്കും. അപ്പോൾ ഈ ക്യാഷ് വെച്ചതൊക്കെ നമ്മൾ പാക്കിങ്ങിക്ക് മാറ്റിയിടും. അപ്പോൾ അടുത്ത ആൾ വരുമ്പോൾ അത് പോവാണ്ടിരിക്കാനാട്ടോ. ഒരുപാട് പേര് അങ്ങനെ വന്നിട്ട് പിന്നീട് ഇങ്ങനെ അവർ പറഞ്ഞത് മാറ്റി വെച്ചില്ലാന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കും. ഞാൻ എപ്പോഴും പറയും, എന്നാലും എപ്പോഴും അത് സംഭവിക്കും ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് ക്യാഷ് ഷൂട്ടിങ് ക്ലിയർ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ എപ്പോഴും വരുന്നൊരു പരാതിയാണ്, നമ്മൾ ചോദിച്ച മോഡൽ നമ്മളതിൽ സ്റ്റോക്ക് ഔട്ടായി പോയി എന്ന് പറയുമ്പോൾ കുറച്ചേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ എന്ന് കേട്ടോ. അങ്ങനെയല്ല കേട്ടോ, നമ്മളൊരു മോഡൽ എടുക്കുമ്പോൾ അതിന് ഫുള്ള് പീസ് എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ 30 പീസ് കുറഞ്ഞ മോഡലൊന്നും ഒരിക്കലും ഞാൻ വീഡിയോയിൽ കാണിക്കാറുമില്ല. കാരണം നമ്മൾ വീഡിയോ എടുത്ത് അതിൻ്റെ ഫോട്ടോസ് എടുത്ത് അത് അയച്ചു തരുമ്പോൾ ഒരേ മോഡലാകുമ്പോൾ പലരും ആ ഒരു മോഡലിന് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇട്ടിട്ട് പിന്നെ നമുക്കത് നഷ്ടമല്ല, നമ്മളെ സമയവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു 30 പീസ് കുറഞ്ഞ മോഡൽ ഒരിക്കലും വീഡിയോയിൽ കാണിക്കാറേ ഇല്ല. ഒരേ മോഡൽ നമ്മളിൽ 150 പീസും 160 പീസും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. 30 പീസെങ്കിലും ഇല്ലാത്തൊരു മോഡലിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാറില്ല. നെക്കിനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി വർക്കോട് കൂട്ടിയിട്ടുള്ള ഓൾ ഓവർ പ്രിൻ്റാണ് കേട്ടോ. ചില കസ്റ്റമേഴ്സിനൊക്കെ ഓൾ ഓവർ പ്രിൻറ്റ് മാത്രമായിരിക്കും ഇഷ്ടം. ചിലർക്കൊക്കെ സൈഡ് വർക്ക്, ചിലർക്കൊക്കെ നടുവശത്ത് കൂടെ വർക്കുള്ളത്, അങ്ങനെ ഇഷ്ടങ്ങൾ പല വിധമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഇഷ്ടങ്ങൾക്കുള്ളതും നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ഓൾ ഓവർ പ്രിൻറ്റും കാണിക്കുന്നുണ്ട്, ഇതുപോലെ ഇങ്ങനെ നടുവശത്ത് ഇങ്ങനെ പ്രിൻ്റ് ഉള്ളതും കാണിക്കുന്നുണ്ട്, സൈഡ് ഭാഗം പ്രിൻ്റ് ഉള്ളതും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി നൈറ്റിയുടെ വിശേഷങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ നിങ്ങളങ്ങനെ ബോറടിപ്പിക്കുന്നില്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ലൈഫിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിന് ഒരുപാട് വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ, നിങ്ങളെ മക്കൾ നിങ്ങളെ നോക്കില്ലേ, ഇപ്പം എന്തിൻ്റെ കേടാണ്, എന്താപ്പോൾ ഇത്രയും വർഷങ്ങളൊക്കെ ഇങ്ങനെ ജീവിച്ചില്ലേ, ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ജീവിച്ചാൽ മതി, മക്കളില്ലേ അവർ നോക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ.
മക്കൾ നോക്കില്ലേ എന്നൊക്കെ. മക്കൾ നോക്കില്ല എന്നൊരിക്കൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ഞാൻ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ മക്കൾ എന്നോടൊപ്പം സപ്പോർട്ടായിട്ട് കട്ടക്ക് നിന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല ഇന്ന് നമ്മൾ ഈ ജീവിക്കുന്ന ഈ സൗകര്യങ്ങൾ നമ്മൾ ജീവിക്കണം. അവരും കൂടി സപ്പോർട്ടോട് കൂടി ഉണ്ടായത് കാരണം അവർ നമ്മളോടൊപ്പം നിൽക്കണ കാരണം അവരും ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്ത് പോയി കുട്ടികളോടൊക്കെ ചെക്കന്മാരോടൊക്കെ കളിച്ച് നടക്കാമെന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും നമുക്കിവിടെ എത്താൻ പറ്റത്തില്ലായിരുന്നു. അവർ നമ്മളോട് കട്ട സപ്പോർട്ടായിട്ട് നിന്ന കാരണം നമുക്ക് ഇന്ന് ഒരാളെ ആശ്രയിക്കാണ്ടേ, ഒരാളെ മുമ്പിൽ കൈ കാണിക്കാതെ നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റണം. അവരെയും കൂടി സപ്പോർട്ടോട് കൂടിയാണ് കേട്ടോ. ഒരിക്കലും അവർ നോക്കില്ല എന്നൊരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അതുമല്ല, കാരണം നമ്മളൊരിക്കലും ആരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം നമ്മളെ മക്കളെ നോക്കണത് നമ്മളെ കടമയാണത്. ആ കടമ ഞാൻ വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് നമ്മളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിച്ചിട്ട് നമുക്ക് കിട്ടാണ്ടിരിക്കുമ്പോൾ വല്ലാത്ത വിഷമമായിരിക്കും. നമുക്കെല്ലാ വിഷമങ്ങളൊന്നും നമുക്ക് നമ്മളെ മക്കളോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു ഫ്രണ്ട്സ് പോലും ഇല്ല. കാരണം അതെന്താ വെച്ചാൽ എനിക്ക് അവരോട് ചിലവഴിക്കാനും സംസാരിക്കാനും ഒന്നും ടൈമില്ല. ആ ഒരു ടൈമും കൂടി നമ്മളേതായ രീതിയിൽ നമ്മളെ മക്കൾക്ക് വേണ്ടി നാളേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു ടൈം നമ്മൾ കളയാറില്ല. ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഡ്രസ്സിങ് മാത്രമാണ്. വേറെ ഞാൻ 15 വയസ്സ് കല്യാണം കഴിച്ചത്. ഇന്ന് ഈ സംസാരിക്കണ ഈ നിമിഷം വരെ എൻ്റെ വേറെ എന്തെങ്കിലും ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ സമയം കളഞ്ഞിട്ടുമില്ല, കാശ് കളഞ്ഞിട്ടുമില്ല കേട്ടോ. എൻ്റെ ഫോണിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, പക്ഷെ ഒന്നിലും ഞാൻ ആക്റ്റീവല്ല. കാരണം എനിക്കെൻ്റെ സമയങ്ങൾ അങ്ങനെ എൻ്റർടൈമിംഗ് ആക്കി കളയാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ല. കാരണം അത്രയും ടൈം പോകുമ്പോൾ നമ്മളെ സമയം പോവുകയാണല്ലോ എന്നുള്ള ചിന്ത എനിക്ക് നന്നായിട്ടുണ്ടായത് കാരണം ഞാനൊരു ഗ്രൂപ്പിൽ പോലും ഞാൻ ആക്റ്റീവല്ല. ഒരുപാട് ഗ്രൂപ്പുകൾ എൻ്റെ ഫോണിലുണ്ട്, ഒന്നിലും ഞാൻ ആക്റ്റീവല്ല. എൻ്റെ 15ാമത്തെ വയസ്സ് മുതൽ ഇന്ന് ഈ സംസാരിക്കുന്ന ഈ ഒരു സെക്കൻഡ് വരെ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്കോ എൻ്റെ സന്തോഷങ്ങൾക്കോ യാതൊരുവിധ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അവിടെയൊക്കെ ഞാൻ ജീവിച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ്. എന്നിട്ട് ഞാൻ ഈടായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫ് ഞാൻ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടോ. കാരണം അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് എനിക്കിവിടെ പറയാൻ ബുദ്ധിമുട്ടുള്ള കാരണം കേട്ടോ ഞാനതൊന്നും പറയാത്തത്. എല്ലാ ബന്ധങ്ങളും നിലനിൽക്കുന്നത് ആശയവിനിമയങ്ങളിലൂടെയാണ്, നമ്മളെ സംസാരങ്ങളിലൂടെയാണ് എല്ലാ ബന്ധങ്ങളും നിലനിൽക്കുന്നത്. നമ്മളൊരാളോട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിച്ച് ആ ഒരു സുഖവിവരങ്ങളൊക്കെ നമ്മളോട് പറയും, നമ്മളെ അവസ്ഥകളൊക്കെ അവളോട് പറയും. അങ്ങനെയാണ് എല്ലാ ബന്ധങ്ങളും കൂടുതലായിട്ട് നിലനിൽക്കുന്നത്. ഒരാളെ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ വിളിക്കുന്നെങ്കിൽ ആ ബന്ധം പതുക്കെ അങ്ങ് ഇല്ലാണ്ടായി പോവുകയാണ്. ഇപ്പം പൊതുവെ എല്ലാവരും ഫോണിലായാലും വാട്സപ്പിലായാലും ഒക്കെയാണ് ഫുൾ ടൈം അല്ലേ സമയം കളയുക. പക്ഷേ എനിക്കങ്ങനെ സമയം കളയാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. കാരണം നമ്മൾ ഇത്രയും കാലം എത്തിപ്പെട്ടതൊക്കെ ഒരു ചില്ലുകൊട്ടാരം പോലെ അങ്ങ് തകർന്നു വീഴും നമ്മളെ ശ്രദ്ധ ഒന്ന് പോയാൽ. അപ്പോൾ അതൊന്ന് താങ്ങി നിർത്താൻ വേറെ ആരുമില്ലല്ലോ എന്നുള്ള ബോധമുള്ള കാരണമാണ് കേട്ടോ നമ്മളധികം അങ്ങനെ അത്യാവശ്യ കോളുകൾ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. ഇതൊക്കെ വലിയ കാര്യമൊന്നുമല്ല ഞാൻ പറയണേ. എനിക്കതൊന്നും ടൈമില്ലാത്ത കാരണം ഞാൻ എടുക്കില്ല. കാരണം നമ്മളൊന്ന് തളർന്നു പോയാൽ നമ്മളെ താങ്ങാൻ ഇപ്പുറത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് അങ്ങനെയൊക്കെ ആവാമായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാത്ത കാരണമായിരിക്കാം ഇങ്ങനൊരു ചിന്ത വന്നത്. 15 വയസ്സ് മുതൽ ഞാൻ ഈ സംസാരിക്കുന്ന ഈ സെക്കൻഡ് വരെയും ഞാൻ ജീവിച്ചത് എൻ്റെ കുടുംബത്തിന് വേണ്ടി തന്നെയാണ്. കാരണം ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ കുറച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു പറഞ്ഞപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ അതിനെതിരെ വന്നു കേട്ടോ. കാരണം അതിൻ്റെ എല്ലാ വാക്കുകളൊന്നും എനിക്കിവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ സ്നേഹിക്കണം എന്നൊന്നും ഒരിക്കലും വാശി പിടിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഞാനിവിടെ കാണിച്ച എല്ലാ മോഡലും 54, 56 ഏകദേശം 57 സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ്. 3/4 സ്ലീവാണ്, ഫ്രീ സൈസാണ്, 48 ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത്. പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു നെക്ക് വന്നിട്ട് നല്ല കോളർ നെക്കാണ്. നമുക്ക് ആദ്യം മുതലേ നന്നായിട്ട് മൂവിങ് ഉണ്ടായിരുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി പറയണം, ഓണം ഓഫറായിട്ട് നമ്മളേന്ന് 20-ാം തീയതി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെയുള്ള മോഡൽ നെറ്റുകളും നല്ല അടിപൊളി എംബ്രോയിഡറി നെറ്റുകളും എല്ലാം നമ്മൾ 249 രൂപയായിട്ട് നൽകുന്നതായിരിക്കും. 4 നൈറ്റി കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും. നല്ല പ്യൂർ കോട്ടനാണ് എല്ലാ മെറ്റീരിയൽ വരുന്നത്. 54, 56 ഏകദേശം 57 സൈസിൽ നമുക്ക് ഒരു മോഡലെല്ലാം അവൈലബിൾ ആണ്. 3/4 സ്ലീവാണ്, ഫ്രീ സൈസാണ്, 48 ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത്. നമ്മൾ ഓഫറിൽ സെയിൽ ചെയ്ത നെറ്റുകൾക്കൊന്നും റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കണമല്ല. നല്ല അടിപൊളി കളക്ഷൻസ് ആണ്. ഈ ഓഫർ നിങ്ങൾ മിസ് ചെയ്യല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.